RSS മേധാവി മോഹൻജി ഭാഗവതിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ Z+ ആയിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൺ എന്നുള്ള പ്രത്യേക പരിരക്ഷയാണ്. എനിക്ക് തോന്നുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് നൽകുന്ന, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകുന്നതിന് തത്തുല്യമായ സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പം മോഹൻജി ഭാഗവതിനുള്ളത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സുരക്ഷ കൂട്ടാനുള്ള കാരണമെന്ന് നമ്മൾ ആലോചിക്കുന്ന കൂട്ടത്തിൽ ഈ ഉത്തരവ് 16-ാം തീയതി ഇറങ്ങിയതാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് വന്നത്. ഓഗസ്റ്റ് 16-നാണ് ഇത് സുരക്ഷ കൂട്ടിക്കിട്ട് MHA മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഉത്തരവ് വന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, മോഹൻജി BJP ഇതര സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ചില സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് ഈ സുരക്ഷ ASL ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അമിത്ഷായ്ക്ക് മാത്രമാണ് ASL എന്ന് പറഞ്ഞാൽ ഈ Z+ ആണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി. അതിന് മുകളിൽ ഒരു ലെയർ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൺ എന്ന് പറയുന്ന ഒരു ഡ്രിൽ ആയിട്ടാണ് കരുതുന്നത്. മുകളിലൊരു തലം. അത് ASL എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കുറേ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം സന്ദർശിക്കുന്ന സ്ഥലത്ത് പോയിട്ട് സുരക്ഷകളിലെ വീഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പഠിക്കും. എന്നിട്ട് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ഭീഷണി വരാം, അതല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ടാർഗറ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്യുക, ഏകോപിപ്പിക്കുക. അതിൽ ഈ ASL പ്രോട്ടോക്കോളിൽ ജില്ല അല്ലെങ്കിൽ എന്താണ് ഭരണകൂടം അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അത് പോലീസ്, ആരോഗ്യ വകുപ്പ്. കാരണം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ അവരാണല്ലോ ചെയ്യേണ്ടത്. മെഡിക്കൽ എമർജൻസി മറ്റ് ലോക്കൽ ഏജൻസികൾ ഇവരെല്ലാം കൂടി ചേർന്ന് ചർച്ച നടത്തും. ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ. അതാണ് ASL എന്ന് പറഞ്ഞ ലെയറിൻ്റെ ഒരു ഗുണം. മറ്റേത് SPGയോ കൂടെയുള്ള സെക്യൂരിറ്റി പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കമാൻഡോസ്, CISF കമാൻഡോസ് ആണ് മോഹൻജിയുടെ കൂടെ ഉള്ളത്. അതെ. അപ്പോൾ സാധാരണ Z+ൽ അതുവരെ ഉള്ളൂ. ഈ ലെയർ ASL എന്ന് പറയുന്നതാണ്. നേരത്തെ പോയി പഠിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നിട്ട് ഈ പ്രോട്ടോക്കോളിൽ, ASL പ്രോട്ടോക്കോളിൽ പറയുന്നത് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത വിമാനങ്ങളിലാണ് സഞ്ചരിക്കേണ്ടത്. ആ വിമാനങ്ങളിൽ അട്ടിമറി വിരുദ്ധ ആൻറ്റി സബട്ടാഷ് പരിശോധനകളൊക്കെ ചെയ്യണം. പിന്നെ വിവിധ തലങ്ങളിലുള്ള സുരക്ഷ തലങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വിലയിരുത്തിയിരിക്കണം. മൾട്ടി ലെയേർഡ് എന്ന് പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ട് ASLൻ്റെ. ഇതിൽ ഇദ്ദേഹത്തിന് ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ചെയ്യുന്ന CISF തന്നെയാണെന്ന് പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ട്. അഡീഷണൽ ASL ലെയർ ത്രെറ്റ് പെർസെപ്ഷൻ, ഭീഷണിയുടെ കാഠിന്യം, ഗുരുതരാവസ്ഥ, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് CISF പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡൽഹിയിലെ RSS ഓഫീസ് കേശവ് കുഞ്ചിനും ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ CISF 200 പേർക്ക് ഈ സെക്യൂരിറ്റി കവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ Z+ പ്രൊട്ടക്ഷൻ 10 പേർക്കാണ് ഇന്ത്യയിൽ ഉള്ളത്. ASL അമിത്ഷായ്ക്ക് മാത്രം, മോഹൻ ഭഗവതിനും രണ്ടാമത്. അപ്പോൾ ഇതുവരെ ASL ചില സമയത്തൊക്കെ ബാധകമാക്കിയിട്ടുണ്ട്. മോഹൻ ഭാഗവത് പോകുമ്പോൾ അത് വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം കശ്മീരിൽ പോവുകയാണെങ്കിൽ, മണിപ്പൂരിൽ പോവുകയാണെങ്കിലൊക്കെ ഉറപ്പായിട്ടും ASL ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ എവിടെ പോകുമ്പോഴും അത് വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. ഈ പറഞ്ഞ പോലെ ആ ഭാഗങ്ങളിലൊക്കെ ചില ഷോർട്ട് കമ്മിങ്സ്, അപാകതകൾ, പാളിച്ചകൾ കണ്ടെത്തി. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു അവലോകനം നടത്തി. എന്നിട്ടാണ് പൂർണ്ണമായിട്ടും എവിടെ പോകുമ്പോഴും യൂണിയൻ ടെറിട്ടറീസിലും സംസ്ഥാനങ്ങൾക്കും എല്ലാം ഈ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മോഹൻ ഭാഗവതിന് ധാരാളം
അതാണ് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഈ സുരക്ഷ കൂട്ടാനുള്ളൊരു കാരണം എന്നുള്ളതാണ്. പേര് മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും ധാരാളം ഹിന്ദു നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കൾക്കൊക്കെ ഈ IS-മായി ബന്ധപ്പെട്ട ഭീഷണികളുണ്ടായിരുന്നു. സ്ലീപ്പർ സെല്ലുകൾ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ASL സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യൻ മീഡിയയിലൊക്കെ വന്നത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഭീഷണി കണക്കിലെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണിയാണ്. അതെ, അത് ഈ ഫർഹത്തുള്ള ഘോറി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഹൈദരാബാദിൽ ജനിച്ചയാൾ അക്ഷർധാം 2002 ഗുജറാത്തിൽ ആക്രമിച്ച്, പിന്നെ ഹൈദരാബാദിൽ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓഫീസും ഒക്കെ ആക്രമിച്ച് പിന്നെ പാകിസ്ഥാനിലേക്ക് അങ്ങനെ അയാളുടെ ഒരു 3 മിനിറ്റ് വീഡിയോ ടെലഗ്രാമിൽ അടുത്ത കാലത്ത് ടെലഗ്രാമിൽ വന്നിരുന്നു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനും ഒക്കെ ബോംബെ ബ്ലാസ്റ്റിന് ശേഷം അഭയം കൊടുത്തല്ലോ. അവർ ലാദന് വരെ അഭയം കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ടെലഗ്രാമിൽ ഫർഹത്തുള്ള ഗോറിയുടെ വീഡിയോ അടുത്ത കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഇന്ത്യയിലെ റെയിൽവേ പാളങ്ങൾ തകർക്കണം, പിന്നെ പൈപ്പ് ലൈനുകൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ, പെട്രോൾ പൈപ്പ് ലൈനുകളൊക്കെ തകർക്കണം എന്ന് പറഞ്ഞതിൻ്റെ അവസാനം ഹിന്ദു നേതാക്കളെ നമ്മൾ വധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട ശേഷവും പലതും ചെയ്യുന്നുണ്ട്. റെയിൽ പാളത്തിൽ കൊണ്ട് അതായത് എല്ലാ ദിവസവും ഇന്ത്യയിൽ വ്യാപകമായി റെയിൽവേ അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇന്നലെ 2 വണ്ടി അജ്മീറിൽ, ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്ത അജ്മീറിൽ വന്നു. അത് ഇയാൾ പറയുന്നത് കേട്ടിട്ട് ചില യുവാക്കളൊക്കെ കയറി ആക്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ ഈ ഹിന്ദു നേതാക്കളെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്ന് ഫർഹത്തുള്ള ഗോറി പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ മകളുടെ ഭർത്താവ്, അയാൾ മറ്റേ എൻജിനീയറായിരുന്നു, രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബാംഗ്ലൂരിൽ പഠിച്ചിട്ട് മെക്കാനിക്കൽ എൻജിനീയറൊക്കെ ആയിരുന്നു. രാമേശ്വരം കഫേ സ്ഫോടനം ആസൂത്രണം ചെയ്തത് അയാളാണ് എന്നിപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സ്ലീപ്പർ സെല്ലുകളെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മൊഡ്യൂളുകൾ. ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ ശിവമൊഗ്ഗയിൽ. അപ്പോൾ സ്ലീപ്പർ സെല്ലുകൾ ഈ ഗോറിയുടെ സംഘടന പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ 4 എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ആക്ഷനായിരുന്നു രാമേശ്വരം കഫേ സ്ഫോടനം. അപ്പോൾ ഇത്തരം സെല്ലുകളെ കൊണ്ട് ഹിന്ദു നേതാക്കളെ ആക്രമിക്കുക, ഈ ഇപ്പോൾ മോദി നേടിയിട്ടുള്ള വിജയം കൂടി ഉണ്ടല്ലോ, 3ാമത്തെ ഊഴം, അതിനെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുക, ഇനി ആ ഭരണം ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ റെയിൽവേ ലൈനുകളിൽ സ്ഥിരമായി ഇതിനകത്ത് നമ്മൾ ഈ ASL കവർ കൊടുക്കുമ്പോൾ പറഞ്ഞ കാര്യം, അതായത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ അദ്ദേഹം പലതവണ വരാറുണ്ട്, 2-3 മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഒരു തവണയൊക്കെ മോഹൻജി വന്ന് പോകാറുണ്ട്. പക്ഷേ കേരളത്തിൽ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. BJP ഭരണം അല്ലെങ്കിൽ പോലും നന്നായി പോലീസിൻ്റെ സന്നാഹങ്ങളും അകമ്പടി വാഹനങ്ങളും പൈലറ്റ് വാഹനങ്ങളും ഒക്കെ ആയിട്ട് താരതമ്യേന കുഴപ്പങ്ങളില്ലാത്ത തരത്തിലാണ് പോകുന്നത് തോന്നുന്നു. പക്ഷേ ഡൽഹിയിലെ കർഷക കലാപമൊക്കെ നടക്കുന്ന കാലത്ത് മോദിയുടെ വാഹന വ്യൂഹം, അതിൻ്റെ കോൺവോയ് പാളിപ്പോയത് ഓർക്കുന്നില്ലേ? ഡൽഹി ഭരിക്കുന്നത് വേറെ പാർട്ടിയാണല്ലോ, പക്ഷെ അവർക്ക് പോലീസില്ലല്ലോ. അതെ, അവർക്ക് പോലീസ്, ഡൽഹി പോലീസാണ്. പിന്നെ പഞ്ചാബിലാണ് സംഭവിച്ചത്, ആ പാലത്തിന് മുകളിൽ, ആ അതിർത്തിയിൽ, അതെ പാലത്തിന് മുകളിൽ വെച്ച് അത് വാഹനം നിർത്തിയിടേണ്ടി വന്നു. അപ്പോൾ ഏതായാലും മോഹൻജി ഭാഗവതിന് ഒരു സുരക്ഷാ ഭീഷണി കാര്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് ഈ പ്രസ്താവന ഇറക്കി അങ്ങനെ പുതിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഈ ടെലഗ്രാം ചാനലിലെ ഇൻ്റർവ്യൂ കുറച്ച് മുമ്പ് നടന്നതാണത്, മാർച്ചിലുമൊക്കെ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ അതല്ലാതെ മറ്റെന്തെങ്കിലും വേറെ ഇൻ്റലിജൻസ് ഇൻപുട്സ് ഉണ്ടാവും, ഇൻപുട്സ് ഉണ്ടെന്ന് അതിൽ പറയുന്നുണ്ട്. ഉണ്ട്. അത് പക്ഷേ എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാത്തായിരിക്കാം, ചെയ്യുന്നില്ല, ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം. ഏതായാലും അദ്ദേഹം വരുമ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ആളുകളോട് വല്ലാതെ മിങ്കിൾ ചെയ്യുകയും വളരെ സിമ്പിളായി ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇടയിൽ നിന്ന് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് എല്ലാവരോടും ഇടപെടുകയും ഇടകലർന്ന് നീങ്ങുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതായത് ആക്സസിബിളാണ്, അതെ, നമുക്ക് പോയി സംസാരിക്കാവുന്നതേ ഉള്ളൂ. അമൃതാനന്ദമയുടെ 60 ഷഷ്ടിപൂർത്തി ആ പള്ളിക്കാവിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്നു, ചടങ്ങിനുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനെ പോലെ തന്നെയാണ് അദ്ദേഹം.
ജാടയൊന്നും ഉള്ള ആളല്ല. അതെ അതെ അതെ. അധികാരം തലയ്ക്ക് പിടിച്ചതോ ഒന്നുമില്ല, അധികാരം ഉള്ളതായിട്ടും കരുതുന്നില്ല. അതിൽ അധികാരമൊന്നുമില്ലല്ലോ. അപ്പോൾ രാജ്യത്തെ ഏറ്റവും ശക്തമായ സംഘടനയുടെ പരമാധികാരിക്ക് വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്നത് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഗുരുതരമായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് അതിനകത്ത്. ജാഗ്രത ആവശ്യമാണ്. ആ രണ്ടു പേർക്കും ഒരേ തരത്തിലുള്ള ഭീഷണിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമിത്ഷാ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അത് ബോൾഡായി കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളുമാണ്. കശ്മീരിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള അമിത്ഷായ്ക്കുള്ളതുപോലുള്ള ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്ത ആശങ്കാജനകമാണ്. ഏതായാലും സുരക്ഷ കൂട്ടട്ടെ. അദ്ദേഹം ഇനിയും ഒരുപാട് കാലം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് മാർഗനിർദ്ദേശം നൽകേണ്ട ആളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും സ്വയം സേവകനായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഈ വെറ്ററിനറി ഡോക്ടറാണെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ബ്രഹ്മചാരിയായിട്ട് തന്നെ വളരുക, സ്വയം സേവകനായിരിക്കുക, അങ്ങനെ അച്ഛൻ തീരുമാനിച്ചതാണ്. ഈ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജനങ്ങളും ജാഗ്രത അദ്ദേഹം വരുന്നിടത്തൊക്കെ പാലിക്കണം. അതെ അതെ, അത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.